എട്ടാം ലോകസഭയിലെ അംഗമായി 1984 ഞാൻ ഡൽഹിയിലെത്തുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും സാമൂഹ്യ കാഴ്ചപ്പാടിലും വലിയ മാറ്റങ്ങളുടെ തുടക്കമായിരുന്നു. 38 വയസ്സിൽ ആദ്യമായി ലോകസഭ അംഗമായി ചെല്ലുമ്പോൾ എനിക്ക് തന്നെ അത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. 80-82 കാലഘട്ടങ്ങളിൽ സ്റ്റീഫൻ സാറ് പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിൽ, ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ കേന്ദ്രമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ഞാൻ അവരോടൊപ്പം ലോകസഭയിൽ ചെല്ലുകയും സന്ദർശക ഗാലറികളിൽ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ അന്ന് അത്ഭുതമാണ്. ഞാൻ ഇരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ നിയമനിർമ്മാണത്തിൽ നേതൃത്വം കൊടുക്കുന്ന ലോകസഭയിലാണ്, അതിൻ്റെ സന്ദർശക ഗാലറിയിലാണ്. അവിടെ നടക്കുന്ന ചർച്ചകൾ അത് 1 മണിക്കൂറേ കേൾക്കാൻ കഴിയും. ആ 1 മണിക്കൂർ കേൾക്കാൻ കഴിയുന്നത് തന്നെ വളരെ അഭിമാനമായി എനിക്ക് തോന്നിയിരുന്നു. ഞാനാണ് 84 പാർലമെൻറ്റിനകത്ത് ഏതാണ്ട് നടുഭാഗത്ത്, അതും ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് വലിയ സ്വപ്നം കണ്ട ചെറുപ്പക്കാരനായ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞു. ചിലപ്പോൾ ഞാൻ തന്നെ ഒന്ന് പിച്ചു നോക്കും, ഞാൻ ഇവിടെയാണോ. അന്ന് അതിപ്രഗത്ഭരായ പാർലമെൻറ്റേറിയൻസ് ഉണ്ടായിരുന്നു. ഇന്ദ്രജിത് ഗുപ്ത, സോമനാഥ് ചാറ്റർജി, ഇങ്ങനെ ഇടതുപക്ഷത്തെ അധികായന്മാർ അവരന്ന് പാർലമെൻറ്റിലുണ്ടായിരുന്നു. അവരുടെ പ്രസംഗങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ കേട്ടിരുന്നു. അന്നത്തെ പാർലമെൻ്ററി കാര്യമന്ത്രി HK ഭഗത് എന്ന ഡൽഹിയിലെ എല്ലാവരും അറിയപ്പെടുന്ന, എല്ലാവർക്കും പേടിയുമുള്ള, ഞങ്ങൾ ഒറ്റക്കണ്ണൻ എന്ന് വിളിക്കുന്ന നല്ലൊരു ശക്തനായ മന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് പാർലമെൻറ്റ് നിയന്ത്രിക്കുന്നത്. അംഗങ്ങൾക്ക് പ്രസംഗിക്കാൻ സൗകര്യം കൊടുക്കുന്ന അദ്ദേഹമാണ്. ഇന്ന് കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വന്നതുകൊണ്ട് കോൺഗ്രസ്സിന് കിട്ടുന്ന മണിക്കൂറുകളിൽ ഏതാനും പേർക്ക് മാത്രമേ പ്രസംഗിക്കാൻ കഴിയൂ. ആദ്യമായി ചെന്നൊരാളെന്ന നിലയിൽ ഞാൻ HK ഭഗത്തിൻ്റെ അടുത്ത് പലപ്പോഴും ചെല്ലും. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുമായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമാണ്. അങ്ങനെ പുറകെ നടക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു പ്രസംഗം ചെയ്യാൻ സന്ദർഭം കിട്ടുന്നത്. മാത്രമല്ല അന്നത്തെ സ്പീക്കർ ബൽറാം ജാഖറാണ്. കസേര മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആൾ, കർക്കശക്കാരൻ, ആരെയും അങ്ങനെ മൈൻഡ് ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെയുള്ള സ്പീക്കർ, അതുപോലെ തന്നെ കർക്കശക്കാരനായ പാർലമെൻ്ററി കാര്യമന്ത്രി, ഇപ്പോൾ ഇവരുടെയൊക്കെ മധ്യത്തിൽ നിന്ന് കൊണ്ട് വേണം എന്നെപ്പോലെയുള്ള പുതിയ മെമ്പർമാർക്ക് പ്രസംഗിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും മറുപടി കിട്ടാനുമൊക്കെ സന്ദർഭം ഉണ്ടാക്കണം. അങ്ങനെ എനിക്ക് ആദ്യത്തെ പ്രസംഗം അത് കിട്ടിയത് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ കൃഷി വകുപ്പിൽ തന്നെയാണ് അന്ന് ഫിഷറീസും വരുന്നത്. ഇപ്പോൾ സ്വതന്ത്രമായ മന്ത്രികാര്യാലയമായി ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ആദ്യം കിട്ടിയത് കൃഷിയെക്കുറിച്ചുള്ള ചർച്ചയായതുകൊണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തെക്കുറിച്ച് എനിക്ക് പ്രസംഗിക്കാൻ കഴിയും. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം പിടിച്ചാൽ അവർക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല, കടൽ തീരത്തെ പ്രശ്നങ്ങൾ, കടൽക്ഷോഭം, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസം, ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് എനിക്ക് അവതരിപ്പിക്കാൻ കഴിയും. ആ സന്ദർഭത്തിൽ ഈ പ്രസംഗങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് മലയാളത്തിൽ പ്രസംഗിക്കുന്ന അംഗങ്ങൾക്ക് വേണ്ടി മലയാളത്തിലെ പ്രസംഗം തങ്കപ്പനാചാരി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷിൽ, അതാണ് പിന്നീട് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. എൻ്റെ പ്രസംഗം ഞാൻ ഇംഗ്ലീഷിലാണ് പ്രസംഗിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആചാര്യ വന്നു എന്നോട് നന്നായി പ്രസംഗിച്ചു. അധ്യാപകനാണല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ ഒരു അധ്യാപകനാണ്, കെമിസ്ട്രി അധ്യാപകനാണ്. അത് മാഷിൻ്റെ പ്രസംഗം കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് ചിട്ടയോടുകൂടി പോയിൻ്റുകൾ അടുക്കി അത് വായിക്കാതെ, അവിടെ പലരും വായിക്കുകയാണ് ചെയ്യുന്നത്, ഇത് അറിയിക്കാതെ ചെറിയൊരു പേപ്പർ കഷ്ണം കയ്യിൽ വെച്ച് അതിൽ നോക്കി പോയിൻ്റ് മാത്രം നോക്കിയിട്ട് പിന്നെ പ്രസംഗിക്കുക. നല്ല പ്രസംഗമായിരുന്നു, ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. അന്ന് മറ്റൊരു പ്രശ്നമുള്ളത്, പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് റിപ്പോർട്ടേഴ്സാണ് എഴുതിക്കൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞ് അവരുടെ ചേംബറിൽ ചെല്ലണം, അത് 3ാമത്തെ നിലയിലാണ്. അപ്പോൾ നമ്മളൊരു 11 മണി 12 മണി ക്വസ്റ്റ്യൻ അവരൊക്കെ കഴിഞ്ഞ് മിക്കവാറും പ്രസംഗിക്കാൻ കഴിയുന്ന 2 മണി 3 മണിക്കൊക്കെയാണ്. ആ സമയത്ത് അതിനുവേണ്ടി കാത്തിരിക്കണം. പ്രസംഗം കഴിഞ്ഞ് റിപ്പോർട്ടേഴ്സ് റൂമിൽ നിന്നത് കിട്ടുമ്പോൾ ഏകദേശം 4 മണി 5 മണിയാവും. അത് വാങ്ങിച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് 6 മണിക്ക് മുമ്പ് INS ബിൽഡിങ്ങിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രസംഗം കിട്ടണം, അത് നന്നായിട്ട് പ്രസംഗിക്കണം, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് വാങ്ങിക്കണം, സമയത്തുകൊണ്ട് പത്ര ഓഫീസുകൾ. വാർത്തകൾ വരുന്നത് പിറ്റേ ദിവസം രാവിലെ നോക്കും. മാതൃഭൂമി, മനോരമ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, ദീപികയൊക്കെ ഞങ്ങൾ നോക്കും. അത് വാർത്ത വന്നാൽ വലിയ സന്തോഷമാണ്. അങ്ങനെയുള്ളൊരു പാർലമെൻ്ററി ലൈഫ്, അതാണ് പിന്നീട് 1984 മുതൽ 96 വരെ 12 വർഷക്കാലം. പിന്നീട് 2009 മുതൽ 2019 10 വർഷക്കാലം. ഇങ്ങനെ 32 വർഷക്കാലം എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അതിനിടയിലാണ് MLA ആകുന്നത് 2001 മുതൽ 2009 വരെ. അങ്ങനെയാണ് ആ 32 വർഷം ഭരിക്കുക പാർലമെൻ്ററി ലൈഫിൽ.
അസംബ്ലിയും പാർലമെൻറ്റും കൂടിയുള്ള 32 വർഷക്കാലം എൻ്റെ പാർലമെൻ്റ് ലൈഫിലെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ദിവസങ്ങളാണ്. അന്ന് കിട്ടിയ അനുഭവങ്ങൾ, പ്രഗത്ഭരായ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ, ബഡ്ജറ്റ് അവതരണം, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് വിദേശ രാജ്യങ്ങളിൽ ഞാൻ പോകാൻ തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ്. 1986 HKL ഭാഗത്ത് ഒരുമിച്ച് ഞങ്ങൾ ഹംഗറി പോകുന്നത്. ഹംഗറി പോകുമ്പോൾ റോമിലിറങ്ങി. ഡൽഹിയിൽ നിന്ന് റോമിലാണ് ആദ്യം ഇറങ്ങുന്നത്. അവിടെ നിന്നാണ് പിന്നെ പോകുന്നത്. അപ്പം അങ്ങനെയാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പോകുന്നത്. ഒരു ദിവസം ഞങ്ങൾ അവിടെ താമസിച്ചു. മാർപ്പാപ്പയൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക കാണാൻ കഴിഞ്ഞു. അവിടുത്തെ ഇന്ത്യൻ സമൂഹത്തെ കാണാൻ കഴിഞ്ഞു. ഈ ഒരു യാത്ര പിന്നീടുള്ള എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഏകദേശം 73 രാജ്യങ്ങൾ എനിക്ക് പോകാനും ആ രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഓരോ രാജ്യത്തുള്ള പ്രത്യേകതകൾ തിരിച്ചറിയാനും എനിക്ക് കഴിഞ്ഞു. ഇതാണ് ഒരു ഭാഗം എൻ്റെ ഈ 84 മുതലുള്ള ഈ ജീവിതത്തിൽ ഉള്ള പാർലമെൻ്ററി ലൈഫിലുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം അതായിട്ടാണ്. പിന്നീടാണ് ഞാൻ 2009 കേന്ദ്രമന്ത്രിയാകുന്നതും ശരത് പവാറിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ആദ്യം അത് 9 മുതൽ 10 വരെ. 2010 വന്നപ്പോഴാണ് പ്രസിദ്ധമായ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കണം, അത് പാർലമെൻറ്റിൽ പാസ്സാക്കണം, അത് ആരായിരിക്കും വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ശരത് പവാർ തന്നെയാണ് എൻ്റെ പേര് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇൻഡിപെൻഡൻറ്റ് മന്ത്രിയായി ആ ഉത്തരവാദിത്വം മനോഹരമായി എനിക്ക് നടപ്പിലാക്കാനും കഴിയും. അതിൻ്റെ ഒരു അഭിമാനം എന്നും എൻ്റെ കൂടെയുണ്ട്. അങ്ങനെയുള്ളൊരു പാർലമെൻ്ററി ലൈഫ് ഒരു ഭാഗത്ത്. അതേ സമയത്ത് തന്നെ എൻ്റെ രാഷ്ട്രീയ ജീവിതം ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ അതും വളരെ വലുതായിരുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഞാൻ 1968 കുമ്പളങ്ങി വാർഡ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കുമ്പളങ്ങി മണ്ഡലം പ്രസിഡൻ്റ് ആവണം, പറ്റുമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവണം. അപ്പുറത്തേക്കൊന്നും ചിന്തിച്ചിട്ടില്ല. അന്ന് പീതാംബരം മാഷാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻറ്റ്. അദ്ദേഹം തന്നെയാണ് ബ്ലോക്ക് പ്രസിഡൻറ്റ്. ഇടക്കൊച്ചിയിലെ ചക്രപാണിയും അദ്ദേഹത്തോടൊപ്പം വൈസ് പ്രസിഡൻ്റായിട്ടുണ്ട്. കുമ്പളങ്ങിക്കാരൻ ജോ മാഷ് ജനറൽ സെക്രട്ടറി ആയിട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ TH മുസ്തഫയോടൊപ്പം കരുണാകരനോടൊപ്പം നിൽക്കുന്ന ആളുകളാണ്. പീതാംബരം മാഷ് AK ആന്റണിയോടൊപ്പം നിൽക്കും. അന്ന് പള്ളുരുത്തി AB മാത്യു മാഷ്, കണ്ടമാലിൻ്റെ മാത്യു മാഷ് പള്ളുരുത്തി ബ്ലോക്കിൽപ്പെട്ടയാളാണ്. മാത്യു പെരുമാഷുണ്ട്. മാത്യു പെരുമാഷ് ഞങ്ങളെ സഹായിക്കുന്നയാളാണ്. ഇപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബുക്ക് കിട്ടുന്നില്ല. കാരണം പീതാംബരം മാഷ് വഴി വേണം വരാൻ. അങ്ങനെയാണ് മുസ്തഫയുമായിട്ട് കൂടുതൽ എടുക്കുന്നതും മുസ്തഫയിൽ നിന്ന് മെമ്പർഷിപ്പ് ബുക്കുകൾ ഞങ്ങൾ സൂത്രത്തിൽ വാങ്ങിച്ചെടുക്കും. അന്ന് പെരുമ്പാവൂരുകാരൻ ജോസഫ് ചേട്ടനാണ് ഈ മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഇതിന് ചാർജ്. നല്ല പൊക്കവും തടിയുള്ള ഒരാളാണ് അദ്ദേഹം. ഉച്ചയ്ക്ക് ഹോട്ടൽ ടെർമിനസ് DC തൊട്ടപ്പുറത്തുള്ള ടെർമിനസ് വരും ഭക്ഷണം കഴിക്കും. ഞങ്ങളവിടെ കാത്തു നിൽക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ജോസഫ് ചേട്ടൻ ഒരു 10, 20, 30 ബുക്കുകൾ കൊണ്ടുവരും. അത് ഞങ്ങൾക്ക് തരും. ആ ബുക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ച് അത് മെമ്പേഴ്സിന് ചേർത്ത് DCC കൊടുത്ത്, ആ സന്ദർഭത്തിൽ പീതാംബരം മാഷ് അത് ഒബ്ജക്റ്റ് ചെയ്തിരുന്നു. കാരണം ഇത് മണ്ഡലം വഴി പോയതല്ല, ഇത് ബ്ലോക്ക് വഴി പോയതല്ല, ഇത് നേരിട്ട് വന്നതാണ്. മുസ്തഫ ഞങ്ങളോട് പറഞ്ഞു, എന്തോ ആയിക്കോട്ടെ, അവർ മെമ്പർഷിപ്പ് ചേർത്തല്ലോ, KPC അടിച്ച മെമ്പർഷിപ്പ് ബുക്കല്ലേ. അങ്ങനെയാണ് ഞങ്ങളെ രക്ഷിച്ച് ആ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ, മെമ്പർഷിപ്പ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ എനിക്ക് മണ്ഡലം പ്രസിഡൻ്റ്, കുമ്പളങ്ങി മണ്ഡലം പ്രസിഡൻ്റ് ആകാനായിരുന്നു ആഗ്രഹം. ഞാനതിൽ തയ്യാറെടുപ്പൊക്കെ നടത്തി. പക്ഷേ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നത് വാർഡ് തലത്തിലാണ്. അപ്പോൾ ഞാൻ 7ാം വാർഡിലാണ്. 7ാം വാർഡ് വലിയ തർക്കവും ബഹളവും ഒച്ചപ്പാടും ഒക്കെ ആയപ്പോൾ പീതാംബരം മാഷ് അവിടെ ഉണ്ടായിരുന്നു. മാഷ് പറഞ്ഞു, തോമസ് മാഷ് ആയിക്കോട്ടെ വാർഡ് പ്രസിഡൻറ്റ്, തർക്കമൊന്നും വേണ്ട, അത് വളരാട്ട ജോസഫ് ജനറൽ സെക്രട്ടറി ആവട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, മാഷേ എൻ്റെ ആഗ്രഹം ഇവിടുത്തെ മണ്ഡലം പ്രസിഡൻ്റ് ആകാനാണ്. വാർഡ് പ്രസിഡൻ്റ് ആയാലും എനിക്കിങ്ങനെ മണ്ഡലം പ്രസിഡൻ്റ് ആകാൻ പറ്റും, ഒരു പോസ്റ്റിൻ്റെ ചെയ്യാൻ പറ്റും, ഒരു പ്രസിഡൻ്റേ ആകാൻ പറ്റുള്ളൂ. അത് വാർഡ് പ്രസിഡൻ്റ് ആകുന്ന ആളുടെ APC പ്രസിഡൻറ്റോ AC പ്രസിഡൻറ്റോ ഒന്നും ആകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ മണ്ഡലം പ്രസിഡൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നത്. പീതാംബരം മാഷ് സാരമില്ല, നമ്മളെ മല്ലില്ല ആ ഒരു ധാരണയല്ലേ മാഷ്, ഇപ്പോൾ ആകെ ഈ തർക്കമൊക്കെ തീരട്ടെ. അപ്പോൾ എൻ്റെ ഭവനം വീടിരിക്കുന്ന വാർഡായതുകൊണ്ട് എനിക്കും തർക്കം വേണ്ടാന്നുണ്ടായിരുന്നു. പിന്നെ പഞ്ചായത്തിലേക്ക് മത്സരിക്കണമെന്നുണ്ടായിരുന്നു ആ വാർഡിൽ നിന്ന്. അങ്ങനെ ഞാൻ സമ്മതിച്ചു. ഞാൻ 7ാം വാർഡ് പ്രസിഡൻ്റായി. ജോസഫ് ജനറൽ സെക്രട്ടറിയായി ഞങ്ങൾ മുന്നോട്ട് പോയി. പിന്നീട് മണ്ഡലം പ്രസിഡന്റ് ഇലക്ഷൻ വന്നപ്പോൾ സംഗതി മാറി. മാഷ് വാർഡ് പ്രസിഡൻ്റാണ്, മണ്ഡലത്തിൽ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ചെറിയ തർക്കങ്ങളൊക്കെ അങ്ങനെ ഒരു ഗ്രൂപ്പ്, ഞാനൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി ചേർന്നത് അങ്ങനെയാണ്. അന്ന് GS ദാരാസിംഗ് INTUസിൻ്റെ നേതാവാണ്. അദ്ദേഹവുമായിട്ട് അടുത്തു. അങ്ങനെ ഞാൻ INTUസ് താലൂക്ക് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി. മാത്യു പെരി സാറ് നേവൽ ബേസ് പുറ്റുവെട്ട് തൊഴിലാളി യൂണിയൻ്റെ പ്രസിഡൻ്റാണ്.
അദ്ദേഹത്തോട് വന്ന് അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി. ഇങ്ങനെ സാവധാനത്തിലാണ് INTUC പ്രവർത്തനത്തിലേക്കും അതുപോലെ കോൺഗ്രസ് പ്രവർത്തനത്തിലേക്കും പോകുന്നത്. ഞാൻ കോളേജ് കഴിഞ്ഞാൽ വൈകുന്നേരം BCC പോവും. അത് ആലുവായിൽ നിന്നുള്ള K മുഹമ്മദ് അലിയുണ്ട്, പ്രവർത്തനം VJ പൗലോസുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഒരു കാപ്പിയൊക്കെ, അപ്പോൾ എനിക്ക് സാമ്പത്തിക സൗകര്യം തന്നെ, കാരണം ഞാൻ അധ്യാപകനാണ്, ശമ്പളമുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിക്കും. TH വേണ്ടി ഉള്ള ഇംഗ്ലീഷ് ലേഖനം ഞാൻ നന്നായിട്ട് തന്നെ കത്തുകളൊക്കെ നന്നായിട്ട് എഴുതും. അങ്ങനെ TH കൂടുതലായിട്ട് അതുവഴിയാണ് സ്റ്റീഫൻ സാറുമായിട്ട് എടുക്കുന്നത്. INTUCയുടെ സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ നടന്നപ്പോൾ മുസ്തഫയാണ് ചെയർമാൻ, പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും നടത്തി. അങ്ങനെ സാറുമായിട്ടെടുത്തു. സാർ എന്നെ INTUCയുടെ കൊച്ചി സമ്മേളനം കഴിഞ്ഞപ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 78-80 അത് VP മരക്കലാണ് ജനറൽ സെക്രട്ടറി. എന്നെ ഓർഗനൈസിങ് സെക്രട്ടറിയാക്കി. അതൊരു വലിയ പോസ്റ്റാണെന്ന്. അത് ACOS ഉള്ളവരൊക്കെ അതിനെക്കുറിച്ച് നിരാശം കാണിക്കുകയും ചെയ്തു. പക്ഷേ സാറ് പറഞ്ഞു, ഈ സമ്മേളനമൊക്കെ നടത്താൻ അയാളെ സഹായിച്ചത് ഒരു അധ്യാപകനല്ലേ. അപ്പോൾ ബിവറേജസ് ഫെഡറേഷൻ എന്നൊരു ഫെഡറേഷൻ INTUCക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ലോഹിതദാസ് പ്രസിഡന്റ്, ഞാൻ ജനറൽ സെക്രട്ടറി. അതിനെ തുടർന്നാണ് 1982 അവസാനം എന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോർഡിൽ വെച്ചത്. അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോർഡിൽ വരിക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അത് വളരെ പ്രഗത്ഭരായ ആളുകളാണ് ആ ബോർഡിലിരുന്നവർ. CL ആനന്ദ് ബാറ്ററീസിൻ്റെ, കുട്ടിമേനോൻ, കോൺഗ്രസിൻ്റെ പാലക്കാട് നിന്നുള്ള ഒരു ശക്തനായ നേതാവ്, ഇങ്ങനെ പലരും പ്രഗത്ഭരായ ആളുകളായിരുന്നു. എന്നെ അതിൻ്റെ കൂടെ വിട്ടു. ഞാൻ അങ്ങനെയാണ് യാത്ര തുടങ്ങിയത്.